നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പറവണ്ണയിൽ പുലിയെ കണ്ടതായി പ്രദേശവാസികൾ. പനമ്പാലം ഉദ്ഘാടന തീയതി നിശ്ചയിക്കാൻ ഞാനുണ്ട്. അതിന് തിരൂർ MLA ബേജാറാകണ്ട. മന്ത്രി വി അബ്ദുറഹ്മാൻ. തിരൂർ TIC സ്കൂളിൽ മഴവില്ല് ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു. പറവണ്ണ മുറിവഴിക്കലിൽ മലമ്പാമ്പിനെ പിടികൂടി. നൂർ മൈതാനം ഇൻഡസ്ട്രീസ് വടക്കിനിത്തറത്തോട് ഉദ്ഘാടനം ചെയ്തു. വെട്ടം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അഖണ്ഡനാമയജ്ഞം നടന്നു. വിശദമായ വാർത്തകൾ. പറവണ്ണയിൽ പുലിയെ കണ്ടതായി പ്രദേശവാസികൾ. പുത്തങ്ങാടി സ്വദേശി പള്ളാത്ത് ആബിദാണ് വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെ തെക്കേപ്പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും പുലിയെ കണ്ടതായി പറയുന്നത്. നാട്ടുകാരും പോലീസും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല. ആബിദ് മൊബൈലിൽ പകർത്തിയ പുലിയോട് സാദൃശ്യമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഈ മതിൽമേൽ കൂടെ കയറിയിട്ടാണ് തെക്കോട്ട് ഇത്തരം ദൂരത്തിൽ വന്നിട്ടാണ് ആ കാണുന്ന പാലത്തുമേൽക്കാണ് ഇത് ചാടുന്നത്. ചാടുമ്പോൾ എൻ്റെ മകൻ്റെ വണ്ടി മകനോ പാലത്തിൻ്റെ കേക്കെ തിരക്കി നിൽക്കുകയാണ് ജയിച്ചിട്ടിട്ട്. ഇതാണ് മതിൽ. ഈ മതിൽമേൽ കൂടെ കയറി വന്നിട്ടേ ആണിത് ഓഗപാലത്തുമ്മൽ വന്ന് ചാടുന്നത്, നടപ്പാലത്തുമ്മൽ വന്ന് ചാടുന്നത്. ചാടിയിട്ട് നേരിട്ട് പോകുന്നത് അങ്ങോട്ട് ഈ പുല്ലിൻ്റെ മുകളിൽ കൂടെ ഈ മതിലിൻ്റെ മുകളിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണ് ഈ വീട്ടിൻ്റെ മതിലിൻ്റെ അകത്തേക്ക് ചാടുന്നത്. പുലി പാലത്തുമെന്ന് ഓടി വന്നിട്ടുള്ള കാൽപാദങ്ങളാണിത്. പുല്ലിൽ കൂടെ ഈ മതിൽ ചാടാനും വേണ്ടിയിട്ട് മതിൽ ചാടിയത് ഈ കാൽപ്പാടാണ് ഈ കാണുന്നത്. പാലത്തുമ്മൽ കൂടെ പാലത്തുമ്മൽക്ക് ചാടിയിട്ട് അവിടുന്ന് ഓടി വന്നിട്ട് ഈ കേക്കെ മതിൽ ചാടാൻ വേണ്ടിയിട്ട് പോകുന്ന കാൽപാദങ്ങളാണ് ഈ നമ്മൾ ഈ കാണുന്നത്. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയാണ് സംഭവം. നമ്മളെ പറവണ്ണ തെക്കേപ്പള്ളിൻ്റെ ബാക്കിലാണ് പുല്ലിനെ കണ്ടിരുന്നത്. ഞാൻ 2 ദിവസം മുന്നേ വേളാപുരത്ത് നിന്ന് കണ്ടിരുന്നല്ല. ഇന്നിപ്പോൾ നമ്മളെ പള്ളിൻ്റെ ബാക്കിലാണ് ഈ സംഭവം. പറവണ്ണ തെക്കേപ്പള്ളിക്ക് പടിഞ്ഞാറ് ഭാഗം പുത്തങ്ങാടി പ്രദേശത്താണ് പുലിയെ കണ്ടതായി പറയുന്നത്. പുത്തങ്ങാടി സ്വദേശിയായ പള്ളാത്ത് ഇസ്മായിലിന്റെ വീടിന്റെ മതിലിലാണ് പുലിയെ കണ്ടതായി പറയുന്നത്. 9-9:30 മണിക്ക് മകൻ തിരൂർന്ന് കട പൂട്ടിയിട്ട് വന്ന് എന്നെ കൊണ്ടേക്കാൻ വേണ്ടി വന്നതാണ്. പുലിയാണെന്ന് ഉറപ്പാണ്. പുള്ളിപ്പുലിയാണ്. അത് വായു തുറന്ന് ചാടുന്നത് കേക്കെ മതിൽമേൽക്ക് കയറി വായു തുറന്ന് നിന്നിട്ടാണ് ചാടുന്നത്. ദൃശ്യത്തിൽ കാണുന്നുണ്ട്, ഫോട്ടോയിൽ കാണുന്നുണ്ട്. ാണ് പോലീസുകാരെത്തിയത്. വീട്ടുകാരും പോലീസുകാരും നാട്ടുകാരും എല്ലാവരും തിരച്ചിൽ നടത്തി അവസാനം പുലി വന്ന ഭാഗത്ത് പാലത്തുമ്മേൽ ചാടിയ ഭാഗത്തുനിന്ന് കിഴക്കോട്ട് പോയിട്ട് അതിൻ്റെ കാൽപാദങ്ങൾ നോക്കി. അങ്ങനെ പോലീസുകാർ സ്ഥിരീകരിച്ച് ഇനി ഫോറസ്റ്റുകാർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങളിലും കൂടുതൽ പറയുമെന്നാണ് അവർ സംസാരിച്ചത്. ഇതുവരെ എത്തിയിട്ടില്ല. ഇസ്മായിലിന്റെ മകൻ ആബിദാണ് പുലിയെ കണ്ടതെന്ന് പറയുന്നു. ചിത്രം മൊബൈലിൽ പകർത്തുകയും ചെയ്തു. തുടർന്ന് നാട്ടുകാരും പോലീസും പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല. ആബിദ് മൊബൈൽ പകർത്തിയ പുലിയോട് സാദൃശ്യമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. വേളാപുരത്തും സമീപകാലത്ത് പുലിയെ കണ്ടതായി പറയുന്നുണ്ട്. പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന സംശയം നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. വെട്ട ന്യൂസ്, പറവണ്ണ.
പനമ്പാലം നിർമ്മാണം തടസ്സപ്പെടുത്താൻ നിരവധി തവണ ശ്രമങ്ങൾ ഉണ്ടായതായി മന്ത്രി വി അബ്ദുറഹിമാൻ. പനമ്പാലം ഉദ്ഘാടന തീയതി നിശ്ചയിക്കാൻ തിരൂർ MLA-യുടെ സമ്മതപത്രം വേണ്ടെന്നും തിരൂരിലെ 2 പുതിയ പാലങ്ങളും ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് വന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. പനമ്പാലം വലിയ രീതിയിൽ തടസ്സപ്പെടുത്തലുണ്ടായിരുന്നു. ചില രാഷ്ട്രീയ പാർട്ടികൾ കരുതി കൂട്ടി ഈ പ്രവൃത്തി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ മറികടന്നാണ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ താനൂർ മണ്ഡലത്തിൽ തന്നെ ധാരാളം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റുള്ള ഏതെങ്കിലും മണ്ഡലങ്ങളിലെ MLA-മാരുടെ ആവശ്യം ഇപ്പോൾ താനൂരിലില്ല. ഏത് പദ്ധതി എപ്പോൾ പൂർത്തീകരിച്ചപ്പോൾ ഉദ്ഘാടനം ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കേണ്ടത് താനൂരിലെ ജനപ്രതിനിധികളാണ്. അത് താനൂരിൽ തന്നെ തീരുമാനിച്ചോളൂ. ഈ കഴിയുന്നത്ര തടസ്സപ്പെടുത്തിയതിന് ശേഷം പിന്നീട് അത് ഉദ്ഘാടനത്തിന് ഡേറ്റ് നിശ്ചയിക്കാനുള്ള അധികാരമൊന്നും ആർക്കും നൽകിയിട്ടില്ല. അത് തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. ഇന്നലെ ഞാൻ കേട്ടു, ബഹുമാനപ്പെട്ട തിരൂരിലെ MLA അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയായി കേട്ടു. അദ്ദേഹത്തിൻ്റെ പത്രം അതിനാവശ്യമില്ല, അതിന് സമ്മതം ആവശ്യമില്ല. അത് നമ്മൾ തീർത്താൽ നമ്മൾ ഉദ്ഘാടനം ചെയ്തോളൂ. തിരൂരിൽ തന്നെ ധാരാളം പ്രവൃത്തികൾ നടക്കാറുണ്ട്. ഇപ്പോൾ താഴേപ്പാലം അപ്രോച്ച് റോഡും തിരൂർ നഗരത്തിലുള്ള ഓവർബ്രിഡ്ജിൻ്റെ അപ്രോച്ച് റോഡും ഈ ഗവൺമെൻറ് ഇടപെട്ടതിന് വന്നതിന് ശേഷം നമ്മളൊക്കെ ഇടപെട്ടതിന് ശേഷമാണ് അത് പൂർത്തീകരിച്ചത്. വർഷങ്ങളെ അങ്ങനെ കിടക്കുകയായിരുന്നു. അങ്ങനെ ധാരാളം പ്രവൃത്തികൾ ഇപ്പം നമ്മൾ വന്നതിന് ശേഷം ഇടപെട്ട് തീർത്തുണ്ട്. ഇപ്പോൾ തിരൂരിൽ തന്നെ വിഷുപ്പാടം പൊന്മണ്ടം ബൈപ്പാസിൻ്റെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള ഓവർബ്രിഡ്ജ് അവിടെ കിടക്കുക. വർഷം 20 കഴിഞ്ഞു. അപ്പോൾ അതിലൊക്കെയാണ് MLA ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ മറ്റുള്ള മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ വന്ന് ഇടപെടേണ്ട ഒരാവശ്യമില്ല. മഴവില്ല് ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു. സംസ്ഥാന തലത്തിൽ നടത്തുന്ന മത്സരത്തിന്റെ തിരൂർ ഏരിയ മത്സരം തിരൂർ TIC സ്കൂളിൽ വെച്ച് നടന്നു. മഴവില്ല് ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു. മലർവാടി തിരൂർ ഏരിയ രക്ഷാധികാരി ഹംസ ഉമരി ഉദ്ഘാടനം ചെയ്തു. വളരെ ആസൂത്രിതമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് മലർവാടി ചിത്രരചന. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ തലത്തിൽ പഠിക്കുന്ന കുട്ടികളെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് അവരുടെ ബഹുമുഖ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അക്കാഡമിക് തലങ്ങളിൽ മാത്രമല്ല ഇന്ന് കുട്ടികൾ വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്നത്. PC ബഷീർ വെട്ടം സ്വാഗതം പറഞ്ഞു. രക്ഷിതാക്കൾക്കുള്ള പാരന്റിംഗ് ക്ലാസ് ഫയാസ് ഹബീബം നടത്തി. ജസീന സഹീർ നന്ദി പറഞ്ഞു. T ഷംസുദ്ദീൻ മാസ്റ്റർ, ആഷിഖ് L എന്നിവർ ജഡ്ജ്മെന്റിൽ നടന്ന മത്സരത്തിന് മലർവാടി ഏരിയ കോർഡിനേറ്റർ നാസർ കീഴേപ്പാട്ട്, അർഷാദ് മാസ്റ്റർ, ഇല്യാസ് മാസ്റ്റർ, ഫവാസ്, സുഹറ ടീച്ചർ, ഹസീന, റഫീഖ് CH മുതലായവർ നേതൃത്വം നൽകി. ബെട്ട ന്യൂസ് തിരൂർ. പറവണ്ണ മുറിവഴിക്കലിൽ മലമ്പാമ്പിനെ പിടികൂടി. 2.5 മീറ്ററോളം നീളമുള്ള മലമ്പാമ്പിനെ മുറിവഴിക്കൽ ജുമാ മസ്ജിദിന് പുറകുവശത്തെ പറമ്പിൽ നിന്നാണ് പിടികൂടിയത്. ശനിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. രണ്ട് മീറ്ററോളം നീളമുള്ള മലമ്പാമ്പിനെ മുറിവഴിക്കൽ ജുമാ മസ്ജിദിന് പുറകുവശത്തെ പറമ്പിൽ നിന്നാണ് പിടികൂടിയത്. ഇതിപ്പോ ഇവിടെ വട്ടപഞ്ചായത്തിൽ മുറിവഴിക്കൽ അങ്ങാടിയിൽ പള്ളിന്റെ സമീപത്തിന് ഒരു വലിയൊരു പാമ്പിനെ, മലമ്പാമ്പിനെ, അളവ് വലുപ്പം എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 2.5 മീറ്റർ ഉണ്ട്. വലിയ നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടുത്തെ പിള്ളേരെല്ലാം പിടിച്ച് ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. പോലീസിൽക്കും ഫോറസ്റ്റിനൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരിപ്പോ എത്തിയില്ല ഇതുവരെ. ഇപ്പൊ ചാക്കിലാക്കി കെട്ടിയോടെ വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ അതിനിപ്പോ അത് ചാക്കി കെട്ടി വെച്ചാൽ എന്തെങ്കിലും അതിന് സംഭവിക്കുമെന്നുള്ള അറിയില്ല. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ബന്ധപ്പെട്ട ആൾക്കാർ വന്ന് അതിനെ കൊണ്ടുപോകണം. അതാണ് ഇപ്പൊ നാട്ടുകാരെന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്. നാട്ടുകാരാണ് മലമ്പാമ്പിനെ പിടികൂടിയത്.
വൈകിട്ടോടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കും. വെട്ടം ന്യൂസ് പറവണ്ണ. നിറമരുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 20 ലക്ഷം രൂപ വകയിരുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ നൂർ മൈതാനം കമ്പൈൻഡ് ഇൻഡസ്ട്രീസ് ഡ്രൈനേജ് വടക്കിനിത്തറ തോട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ VKM ഷാഫി ഉദ്ഘാടനം ചെയ്തു. വർഷക്കാലങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട് പ്രശ്നം നിലനിൽക്കുന്ന ഭാഗത്ത് കെട്ടിയുയർത്തി ഡ്രൈനേജ് രീതിയിൽ സ്ലാബിട്ട് നടപ്പാതയും ഒരുക്കിയിട്ടുണ്ട്. 295 മീറ്റർ നീളത്തിൽ തോടിന്റെ ഇരുവശത്തും പാർശ്വഭിത്തികളും നിർമ്മിച്ചിട്ടുണ്ട്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സജിമോൾ കാവീട്ടിൽ, വാർഡ് മെമ്പർ ആബിദ പുളിക്കൽ, മുൻ മെമ്പർ മുസ്തഫ പൊക്ലാത്ത്, പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ നിയാസി, കുന്നുമ്മൽ ദാസൻ, ഷെരീഫ് ഹാജി ചാരാത്ത്, ഹനീഫ മാസ്റ്റർ, ഉമ്മർ ഫാറൂഖ് പൊക്ലാത്ത്, PC അബ്ദുറഹ്മാൻ, സലാൻ കൊല്ലടത്തിൽ, ഹാരിസ് വള്ളിക്കഞ്ഞിരം എന്നിവർ പ്രസംഗിച്ചു. ഹനീഫ പൊക്ലാത്ത്, അബ്ദുൽ ജലീൽ തേക്കിൽ, ഇസ്മായിൽ, റഷീദ്, ബാവ, മുജീദ്, ശ്രീകുമാർ, ഹാരിസ്, ഷാഫി, മുസ്തഫ എന്നിവർ നേതൃത്വം നൽകി. വെട്ട ന്യൂസ് നിറമരുത്തൂർ. വെട്ടം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അഖണ്ഡനാമയജ്ഞം നടന്നു. ശനിയാഴ്ച രാവിലെ 6:30 മുതൽ ഞായറാഴ്ച രാവിലെ 6:30 വരെയാണ് അഖണ്ഡനാമയജ്ഞം നടക്കുക. നിരവധി വിശ്വാസികൾ പങ്കാളികളായി. വെട്ടം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ അഖണ്ഡനാമയജ്ഞം ഭക്തിസാന്ദ്രമായി. ശനിയാഴ്ച രാവിലെ 6:30 മുതൽ ഞായറാഴ്ച രാവിലെ 6:30 വരെയാണ് അഖണ്ഡനാമയജ്ഞം നടക്കുക. അനുബന്ധ ചടങ്ങുകളും പ്രസാദഊട്ടും നടന്നു. ന്യൂസ് ബ്യൂറോ വെട്ടം. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.